പക്കത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പണയിൽക്കടവിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് ജയറാം ചേട്ടൻ നമ്മളിപ്പോൾ കൊണ്ടുവന്നത്. ചേട്ടാ പറ, ഏതായി സ്ഥലം? നമ്മളിപ്പോൾ പോകുന്ന ഐലൻഡിലാണ് പോകുന്നത്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, അത് നമുക്ക് അതിനകത്ത് പോയി കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നുന്തുരത്തിലേക്കുള്ള യാത്ര ഭയങ്കര ഭംഗിയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാലുപാടും വെള്ളം, അതിന് ചുറ്റും നിറയെ പച്ചപ്പും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറന്നു പോകുന്ന പരുന്തും. ഇനി തുരുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതോ അവിടെയായിട്ടാണ് തുരുത്ത് വരുന്നത്. അതും ഇതുപോലെ ചുറ്റിനും വെള്ളത്തിന് നടുവിൽ ഒരു കൊച്ചു തുരുത്ത്, അതിന് നടുവിൽ ഒരു കൊച്ചു ക്ഷേത്രം, ഒരു ശിവപാർവതി ക്ഷേത്രമാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഈ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു രസമുള്ള യാത്ര. ഈ പോകുന്നവരൊക്കെ പൊന്നുന്തുരത്തിൽ പോയിട്ട് ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടി സന്തോഷമാണ് പോകുന്നത്. അത്രയും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു യാത്രയാണെന്ന് അവരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം. നല്ല പാട്ടൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ തുരുത്തിനെ വട്ടം ചുറ്റിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം എവിടെ ഉള്ളത്? ഇവിടെ കായലോരം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. ചേട്ടാ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടോ? അത് എൻ്റെ ഭാര്യ നടത്തുന്ന കടയാണ്. ഓ, ഭാര്യ നടത്തുന്നത്. സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ ഉള്ള മുതലാളിയാണ്? മുതലാളിയൊന്നുമില്ല, ഇപ്പോൾ ഞാൻ തൊഴിലാളിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇന്നത്തെ ഊണ് നല്ല ചോറും പൊരിച്ച മീനും മീൻകറിയൊക്കെ കൂട്ടി ആയാലോ? അപ്പോൾ ഇതാണ് ജയറാം ചേട്ടൻ പറഞ്ഞ ചേട്ടൻ്റെ ലിസ്റ്റ് ചേച്ചി. അപ്പോൾ ചേച്ചി എങ്ങനെ ഊണൊക്കെ റെഡിയല്ലേ? ഊണ് റെഡിയാണ്. അപ്പോൾ ഇവിടെ കാഴ്ച കാണാൻ വരുന്നവരും ലിസ്റ്റ് ചേച്ചിയുടെ ഫുഡ് അന്വേഷിച്ച് മാത്രമായിട്ട് വരുന്നവരും അങ്ങനെ നിറയെ ആൾക്കാരോടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും കാഴ്ചയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ രുചി എന്താണെന്ന് കൂടി നമുക്കറിയാം. നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ഥിരം കിട്ടുന്ന നോൺ വെജ് എന്തൊക്കെയാണ്? സ്ഥിരം കിട്ടുന്നത് കൊഞ്ച് തീയലുണ്ട്, കക്കാറച്ചിയുടെ തോരൻ, ഒരു ഫിഷ് ഫ്രൈ, സ്പെഷ്യലായിട്ട് കൊഞ്ച് ഫ്രൈ, കരിമീൻ ഫ്രൈ, ചെമ്പല്ലി, ഇതെല്ലാ ദിവസവും ഉണ്ടാവും. താറാവ്, നാടൻ കോഴി, ചിക്കൻ ഏതുണ്ടെങ്കിലും ഓർഡർ ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ ചെയ്തു, നേരത്തെ ബുക്ക് ചെയ്യുന്നതനുസരിച്ചല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ഈ പണയിൽക്കടവിലെ കായലോരം റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഇവിടുത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കപ്പയുണ്ട്, അതുപോലെ തന്നെ കടുമാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ പച്ചടിയുണ്ട്, അവിയലുണ്ട്, നല്ല കക്ക തോരനുണ്ട്, പിന്നെ കൊഞ്ച് തീയലുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫിഷ് ഫ്രൈ. ഇത്രയും വെറും 175 രൂപയ്ക്കാണ് കിട്ടുന്നത്. പിന്നെ പോരാൻ ഇതൊക്കെ സ്പെഷ്യലാണ്. വന്ന് കഴിച്ച് എല്ലാവരും പറയുന്നത് നല്ല അടിപൊളി ഫുഡാണെന്നാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം. നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. നമുക്ക് കക്കത്തോരനൊക്കെ നല്ല സ്പെഷ്യലാണ്. നല്ല കുഞ്ഞു കക്ക, നിറയെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിലുണ്ടല്ലോ എനിക്ക് എന്നെ ഓർത്ത് എൻ്റെ സങ്കടം വരാറുണ്ട്. വളരെ കൊച്ചു വയറാണല്ലോ, കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഞാൻ മാക്സിമം കഴിച്ചിട്ടുണ്ട്. കാരണം അതുപോലത്തെ ടേസ്റ്റാണ്, നമുക്ക് നിർത്താൻ തോന്നില്ല. അൻസിൽ വരെ നമ്മുടെ ഡ്രൈവറാണ്, കൊതിമൂത്ത് ഇടയ്ക്ക് കയറി വന്നിരുന്ന് കഴിക്കുകയാണ്. ഇനി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണമെന്നുണ്ട്. പക്ഷേ പാവം ക്യാമറയ്ക്ക് പിന്നിലുള്ള പ്രേംശശി അവിടെ കുറേ നേരമായി വിശപ്പ് സഹിച്ച് നിൽക്കുന്നു. ആ കൂടെ കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പം നിങ്ങളാരും മറക്കണ്ട, എല്ലാവരും ഇവിടെ വരിക, വയറ് നിറച്ച് കഴിച്ചിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവുക.